ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അങ്ങനെ ഞങ്ങളെ 2025 ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. ഇതിനു മുന്നേ നമ്മൾ ഇട്ടിട്ടില്ലല്ലോ. ഇല്ല, നമ്മൾ ഷോർട്സ് ഇട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പൊ ഞങ്ങളെ 2025 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഞങ്ങൾ എന്താ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ 2024 എക്സ്പീരിയൻസ് ആണ്. 2024 വളരെ വൃത്തികെട്ട വർഷമായിരുന്നു. ചില കാര്യങ്ങള് നല്ലതുണ്ട്, പക്ഷെ അധികം നമുക്ക് ബാഡ് ആയിരുന്നു. നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോള് അതെ, ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ വർഷത്തില് ഏറ്റവും നല്ല കാര്യം അത് മാത്രമേ വേറെ ഒന്നുമില്ല. ആ വർഷത്തില് നല്ല കാര്യം എന്ന് പറയാൻ വാവ വന്നതാണ് 2024 ഞങ്ങളെ മോസ്റ്റ് അല്ലേ ഇമ്പോർട്ടന്റ് ഡേയ്സ് അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ എന്ന് പറഞ്ഞത് 2024. പിന്നെ 2024 ഇല്ല, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കാര്യമായിട്ടും. നേരത്തെ കൂടെ പറഞ്ഞു 2024 നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ നല്ല കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ആകെ വേറെ ഒന്നുമില്ല ഗൈസ്. ബാക്കിയൊക്കെ ഫുള്ള് ഞങ്ങളുടെ ചീത്ത കാര്യങ്ങളാണ്. കൂടുതലായിട്ട് നിങ്ങൾ പറയുന്നില്ല. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഷോക്കായി പോകും ഗൈസ്. 2024 സ്റ്റാർട്ടിങ് ജനുവരിയിലെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് 23 ഡിസംബറിൽ കല്യാണം കഴിഞ്ഞു. 28-ാം തീയതി കല്യാണം കഴിഞ്ഞ്. പിന്നെ 2024 ജനുവരി മുതൽ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഫ്ലാറ്റിലായിരുന്നു. ആദ്യത്തെ ഫ്ലാറ്റിലായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി അങ്ങനെ നമ്മളിപ്പോ നിക്കുന്നത് ഫ്ലാറ്റിലാണല്ലേ. ഫ്ലാറ്റിലെത്തി. ജനുവരി കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് മാറി. അവിടേക്ക് ഫർണിച്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു. നമ്മളെ പൈസ പോയി ആകെ പോക്കറ്റ് കീറി വൃത്തികെട്ട അവസ്ഥയിലായിരുന്നു. നമ്മുടെ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പാർട്ട്മെന്റില്. അപ്പൊ രാവിലെ ഡ്യൂട്ടിക്ക് പോവാ, ഫുഡ് ഉണ്ടാക്കുക, വരിക, റഷ് അല്ലേ ഫുള്ള്. പിന്നെ ഞാൻ എൻ്റെ വീട്ടില് കുറെ ആൾക്കാര്, അമ്മ, അച്ഛൻ, അച്ഛമ്മ, പിള്ളേരെല്ലാരും വീട്ടിലെ അപ്പുറത്ത് തിരിഞ്ഞ അരിഫാത്ത്, അപ്പുറത്ത് തിരിച്ച് അപ്പുറത്ത് വല്യമ്മ, ആ ഒരു ലോകത്തുനിന്ന് നേരെ ചുരുങ്ങിയ ഒരു 4 ചുമരിന്റെ ഉള്ളിലേക്ക് എത്തി. ലാബ് വീട് ഈ ഒരു അവസ്ഥയിൽ ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. കാരണം എന്താ വെച്ചാല് ഭയങ്കര സീനായിരുന്നു. ഗൈസ് പറഞ്ഞ് തരാൻ പറ്റില്ല, അത്രയും ഭയങ്കര സീനായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു. ചെറിയ ഉദാഹരണമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരു 7-8 കൊല്ലമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ തന്നെയാണ് ഞാൻ ഉള്ളത്. അപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ 8 കൊല്ലവും ഇവിടെ വീട്ടിൽ തന്നെ ആവുമല്ലോ, ഞാൻ പുറത്താണല്ലോ. ഞാൻ ഫോണിൽ ഇങ്ങനെ കളിക്കും, ഇവിടെ ഉണ്ടാവും, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഇവിടെ അധികം മൈൻഡ് ആക്കില്ല. ഇവളത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. 2 മാസം അങ്ങനെ കഴിഞ്ഞ ശേഷമാണ് പറഞ്ഞത് ഇങ്ങനെ പ്രശ്നമുണ്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഞാൻ പിന്നെ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ആവാൻ ശ്രമിച്ചു. പക്ഷെ അഡ്ജസ്റ്റ് ആവാൻ ഭയങ്കര എന്താ വെച്ചാല് എനിക്ക് ഫോൺ എന്ന് പറഞ്ഞ സാധനം ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. ഏട്ടനെ വിളിക്കാന്നുള്ള ഒറ്റ പർപ്പസിന് വേണ്ടി മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിച്ചിരുന്നു. നേരെ മറിച്ച് ഞാൻ ഫുൾ ടൈം ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതെ, അപ്പൊ ഞാൻ ഫോൺ അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യരുത്. കാരണം മക്കളുണ്ടാവും, പിന്നെ പാപ്പൻ്റെ 2 ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ കൂടെ കളിക്കുക, അങ്ങനെയൊക്കെ ഒരു ലൈഫ് ആയിരുന്നു. നമ്മള് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫുള്ള് വർത്താനം പറയാം. മാമായി കഴിഞ്ഞാൽ അമ്മയെ കഴിഞ്ഞാലൊക്കെ സെറ്റ്, അമ്മേനോട് വർത്താനം പറയാം, മാമിനോട് വർത്താനം പറയാം. ഇങ്ങനെ അന്ന് നടന്ന കാര്യങ്ങൾ മൊത്തം ഇവരടുത്ത് ഷെയർ ആക്കി വരുമ്പോൾ തന്നെ രാത്രിയാവും. പിന്നെ രാത്രി ഏട്ടനെ വിളിക്കുക, അങ്ങനെ ഒരു ലൈഫ് ആയിരുന്നു എൻ്റെത്. പിന്നെ നമ്മൾ അടുത്ത നെയ്ബേഴ്സിൻ്റെ അടുത്തേക്ക് പോവുക, അതൊക്കെയായിരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ഏട്ടനൊരു മൂലയ്ക്ക് ഫോൺ കളിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാബിൽ വർക്ക് ചെയ്തിട്ടാവും വരുന്നുണ്ടാവുക. ഇത് രാത്രി ഏട്ടൻ ഫുള്ള് ഒന്നൊരു സംസാരം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അപ്പൊ അതിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ ഏട്ടൻ റെഡിയായി വന്നു. പിന്നെ അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയി. പിന്നെ വൃത്തികെട്ടല് പിന്നെ അതിന്റെ മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ പ്രശ്നങ്ങൾ പിന്നെ പൈസ, ഫിനാൻഷ്യലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മള് വേറെ വീട്ടിൽ പോയി അല്ലേ, ഒക്കെ നമ്മള് വീഡിയോന്റെ ആവശ്യം വരുന്നില്ല. നമ്മളൊക്കെ റിക്കവറായി വന്നു. അതായത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അതിനോടൊന്നും പൂർണ്ണമായിട്ട് നമ്മൾ റിക്കവർ ആയിട്ടില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ റിക്കവറായിട്ട് വരുന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ട് നല്ല ഒരു അംശം, ഒരു 100-ൽ ഒരു 10% ഇപ്പൊ ഓക്കെ ആയിട്ടുള്ളൂ. ബാക്കി ഇനി 90% ഞങ്ങൾ ഓക്കെ ആവാൻ പോവാണ്.
അതിനുള്ള ശ്രമത്തിലാണ് അല്ലേ. നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ടോപ്പ് അപ്പായി വരുന്നുണ്ട്. എന്തായാലും ഞങ്ങള് സെറ്റ് ആവും. 2025 കൂടി ഞങ്ങള് ഫുള്ള് പ്ലാനും കാര്യങ്ങളും ഞങ്ങൾ 2024 ലാസ്റ്റിലേക്ക് തന്നെ നമ്മള് പ്ലാനും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇന്നത് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ പോയിന്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ സക്സസ് ആവണമെന്നുള്ള പ്ലാനിങ്ങിലാണ്. നമ്മള് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും. ഇപ്പൊ നമ്മള് 2024 എങ്ങനെ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം അത്രയും മോശം ഒരു ഇയർ പക്ഷെ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ട് ഏറ്റവും അല്ലെ വൃത്തികെട്ട ഇയർ 2024. പക്ഷെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം സംഭവിച്ചതും 2024 ലൈഫിൽ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. പക്ഷെ ലാസ്റ്റിലേക്കാണ് അത് വന്നത്. ആ ഒരു സന്തോഷം വന്നത് നവംബർ ആയപ്പോഴാണ് നമ്മളെ വാവ വന്നത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡിയായി നമ്മൾ റെഡിയാക്കി. കാരണം എന്താ വെച്ചാൽ ഞങ്ങള് പാരന്റ്സ് ആയി മാറിയില്ല. അപ്പൊ നമ്മൾ എന്തായി കഴിഞ്ഞാലും മാറണമെന്നല്ലോ. അപ്പൊ പിന്നെ അതിന്റെ അത്രയും കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഞാൻ 8 കൊല്ലത്തോളം പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ്. ഇവള് വന്നപ്പോ എനിക്ക് വലിയൊരു ചേഞ്ചും കാര്യങ്ങളും ഇല്ല. എന്താ വെച്ചാൽ 8 കൊല്ലം എന്റെ കൂടെ തന്നെ ആയിരുന്നല്ലോ. അതിന് വലിയ മാറ്റം കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കൊരു മോളും കൂടി വന്നപ്പോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് രണ്ടുപേരും കൊല്ലൂരും മാറ്റമുണ്ട്, അച്ഛനായ നിലയ്ക്ക് എനിക്കും മാറ്റമുണ്ട്. അത് എന്താ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് മാറേണ്ടതില്ല. നമ്മുടെ കല്യാണം തന്നെ നമ്മൾ ഇത്ര പെട്ടെന്ന് നമ്മളെ കല്യാണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഇവളും കൂടി ഒരുമിച്ചാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങള് രാത്രിയൊക്കെ ആയിരിക്കും 7 മണി 8 മണിയൊക്കെ ആയിരിക്കും ലാബ് അടിച്ചൊക്കെ പോവാ. അപ്പൊ അതൊരു നെഗറ്റീവ് എന്നുള്ള രീതിയിലേക്ക് അതുകൊണ്ടാണ് ഞങ്ങള് കല്യാണം കഴിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് വിചാരിച്ച ഒരാളായിരുന്നു. പിന്നെ തീരെ പ്രതീക്ഷിക്കാണ്ടാണ് ഞങ്ങൾക്കൊരു ബേബി ഒക്കെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. പക്ഷെ എന്തായാലും എല്ലാം സെറ്റായി വരുന്നുണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മള് സെറ്റ് ആക്കുന്നുണ്ട്. 2025 ഞങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഒരു മാറ്റം വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വരാനുള്ള എല്ലാ പ്ലാനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വരും. തീർച്ചയായിട്ടും വരും. പിന്നെ നമുക്ക് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടാനുള്ള എന്താ പറയാ ഫുൾ കഷ്ടപ്പാട് മാത്രമായി കഴിഞ്ഞാല് ലൈഫിൽ നമ്മള് കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മള് ജീവിക്കണം. സത്യം. പിന്നെ ഈ പൈസ എന്തിനാണ് ഈ പൈസന്റെ ബാക്കിൽ ഇങ്ങനെ പോകണ്ടല്ലേ? കുറച്ച് പൈസ നമുക്ക് ഒരാളെന്തെങ്കിലും കാർ എടുക്കും, കുറച്ച് പൈസ നമുക്ക് വീട് വയ്ക്കുന്നു. നമുക്ക് വേണ്ടി കുറച്ച് ജീവിതം അല്ലെ ജീവിക്കണം. അതല്ലേ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥാക്കണം. എന്താ വെച്ചാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിച്ചു തീർക്കാനുള്ളതല്ലേ. കുറെ പൈസ ഉണ്ടാക്കി കാറ് വാങ്ങി വീട് വെച്ച് അതാക്കി ഇതാക്കി അതുകൊണ്ട് കാര്യമില്ലല്ലോ. കുറച്ചൊക്കെ നമുക്ക് വേണ്ടി എന്റർടൈൻ ചെയ്യാം, ട്രിപ്പ് പോവാ അല്ലേ. എനിക്കൊക്കെ അതാ തോന്നണേ. കാരണം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ ലൈഫിൽ നമ്മള് അല്ലേ തീരെ ചെയ്യാത്ത കല്യാണം കഴിഞ്ഞ് നമ്മള് ഫസ്റ്റ് ഒരു മാസം ട്രിപ്പ് എന്ന് പറഞ്ഞാല് വലിയ ഇന്റർനാഷണൽ ട്രിപ്പുകളല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മള് 3 പേര് ഇപ്പൊ ഞങ്ങൾ 2 പേര് ഇരുന്നപ്പോ നമ്മള് 3 പേരായി. നമ്മള് 3 പേരും സമയം അതന്നെ ഒരു അല്ലേ നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന സമയം അതില്ല. ശരിക്കും ഞങ്ങക്ക് കഴിഞ്ഞ വർഷം അത് തീരെ ഉണ്ടായിട്ടില്ല. അതെല്ലാം നമ്മള് പൈസേന്റെ പുറകെ പോകുന്നു. പൈസ കടം മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ പിന്നെ ബാക്കിയൊന്നും പറയണ്ടല്ലോ, മനസ്സിലാവുമല്ലോ. ആ ഒരു സ്റ്റേജൊക്കെ ആയിരുന്നു ഞങ്ങളത്. പക്ഷെ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ റിക്കവർ ചെയ്ത് വരാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതന്നെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞാനൊക്കെ മെന്റലി ക്യാഷിന്റെ ഒരു പ്രശ്നം കൊണ്ട് മെന്റലി ഞാൻ ഫുൾ ഔട്ടായി പോയിട്ടൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറി സമയത്ത് തന്നെയാണ്. ആ ഒരു സമയം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു സമയം എനിക്കറിയില്ല. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഭയങ്കര ഡിപ്രഷൻ ആയി. പിന്നെ ഒന്നാമത് നമുക്ക് ഫാമിലി സപ്പോർട്ട് കുറവായിരുന്നു. ഫാമിലി സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് പോട്ടെ വിചാരിക്കാം. ഇത് ഫാമിലിന്ന് ഒരുപാട് നെഗറ്റീവ്സ് ആണ്. സപ്പോർട്ടും ഇല്ല, ഫുള്ള് നെഗറ്റീവ്സും. പിന്നെ നമ്മുടെ എന്താ ടോർച്ചർ ചെയ്യുന്ന പോലെ അല്ലെ, ടോർച്ചറിങ് വരുന്നുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഒരു വൃത്തികെട്ട വർഷം 24. പക്ഷെ കുഴപ്പമില്ല. ഞങ്ങൾ 2025 മാക്സിമം എന്താ പറയാ വരും.
ഞങ്ങള് 2025 ഞങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങള് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ ഫുള്ള് തീർക്കുന്നതാണ് അല്ലേ. ബാക്കി വർഷം ബാക്കി മാസങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പെൻഡ് ചെയ്യും. ഒക്കെ നമുക്ക് ഈ ചാനലിലൂടെ കാണാം. പിന്നെ നമ്മൾ ഇതിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു മെന്റൽ റിലാക്സ് ആണ്. വീഡിയോസ് ചെയ്യുന്നത് എന്താ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് റീൽസ് ഇടാനൊന്നൊരു അങ്ങനെ പറഞ്ഞവരുണ്ട്. റീൽസ് ഇടാനും വീഡിയോസ് ഇടാനൊന്നൊരു കുഴപ്പമില്ലല്ലോ. പക്ഷെ നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു റീല് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക സമാധാനമാണ്. നമുക്ക് പുറത്തൊന്നും പോകാൻ വയ്യ, പുറത്തേക്ക് ഇറങ്ങാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ട് തന്നെയാണ് പുറത്തേക്ക് പോകാൻ വയ്യ, അങ്ങനെയൊക്കെ ഭയങ്കര. പക്ഷെ നമ്മുടെ വീഡിയോ ഇടുമ്പോഴും റീൽസ് ഇടുമ്പോൾ നമ്മളെ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുക അല്ലേ. നമുക്ക് ഭയങ്കര റിലാക്സ് ആണ് ഗൈസ്, അത് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. കൊറേ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല നമ്മളിപ്പോ കഴിഞ്ഞ മുന്നത്തെ ഞായറാഴ്ച എങ്ങനെ നമ്മൾ ചിക്കൻ മേടിച്ച് വീട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ എന്താ വെച്ചാൽ അപ്പത്തെ ഒരു രസമാണ്, സന്തോഷം. ആ ഒരു സന്തോഷമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം. എന്തായാലും ഇവിടെ കൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാനൊന്നും പറ്റുന്നില്ല ഇപ്പത്തെ സമയം ആയതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ അടുത്തുള്ള പക്ഷെ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ ഞങ്ങളൊരിക്കലും തളർന്നു പോയിട്ടില്ല, പോയിരുന്നു. പക്ഷെ അതിന് ഞങ്ങൾ റിക്കവറായി സമയത്ത് നമ്മളെ കൈ പിടിച്ച് കേൾത്താനുള്ള കുറച്ച് ആൾക്കാർ, അതെ ആ ആൾക്കാരെ ഞങ്ങൾ ഒരിക്കലും മറക്കൂല. ആ ഒരു സമയത്ത് ഓരോക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മള് ഈ ഏട്ടനൊക്കെ ശരിക്കും അവരുടെ സപ്പോർട്ട് എന്താ പറയാ അല്ലെ നല്ലോണുള്ളതിനെ കൊണ്ടാണ് റിക്കവർ ആയി വന്നത്. 1-2-3 ആൾക്കാർ, അവരുടെ പേര് പറയുന്നില്ല, 2-3 ആൾക്കാർ. മനസ്സിലായി. ഒരു ഡോക്ടർ ഉണ്ട്, ഡോക്ടർ പേര് ഞാൻ പറയുന്നില്ല, ഒരു ആയുർവേദ ഡോക്ടറാണ്. ഡോക്ടറെ ചില വാക്കുകൾ കൊണ്ടാണ് ഏട്ടൻ ഇന്ന് നിലനിൽക്കുന്നത്. പിന്നെ ഒരു സാറുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ നമ്മുടെ 1-2-3 ഫ്രണ്ട്സ് ഉണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ എന്റെ ഒരു കസിൻ ഉണ്ട്. നമ്മള് ഓരോരുത്തർ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ അവര് തരുന്ന റെസ്പോൺസ് അത് മതി നമുക്ക്. അല്ലാണ്ട് കൊറേ ഫിനാൻഷ്യലി നമ്മളെ ഉയർത്തിയിട്ടല്ല, നമുക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടല്ല. ചില വേർഡ്സ് നേരെ മറിച്ച് നമ്മുടെ വീട്ടുകാരോ അതായത് വേറെ ഓപ്പണായിട്ട് പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ എന്റെ ഭാഗത്ത് നിന്ന് എന്റെ വീട്ടുകാർക്ക് ഫുള്ള് എനിക്ക് നെഗറ്റീവ് മാത്രമേ വന്നിട്ടുള്ളൂ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ വരും നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞ മേലെ എത്തുമ്പോ വരും, അത്രേ ഉള്ളൂ. ആ ഒരു മൊമെന്റിന് വേണ്ടിട്ട് ഞങ്ങൾ അല്ലേ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തായി കഴിഞ്ഞാൽ ഞങ്ങളുടെ മതിയില്ലേ 2024 ഇത്ര തളർത്താനേ ഉള്ളൂ, ഇത്ര നെഗറ്റീവ്. 2025 2026 ഞങ്ങൾ വീഡിയോ 2025 എക്സ്പീരിയൻസ്. അതെ, അത് നല്ല പക്കായിരിക്കും അല്ലേ ഏട്ടാ. അപ്പൊ ഞങ്ങള് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഗൈസ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye.